ഇട ജാൻസി റാണി ഇട്ട് തന്ന് ഞമ്മളെ രക്ഷപ്പെടുത്തിയ പുന്നാര മോനെ. പക്ഷേങ്കിൽ ആ റാണി തന്നെ നേരിട്ട് വന്നെന്റെ ശൈത്താനേ. എന്തായി ശങ്കിച്ചു നോക്കുന്നേ? മനസ്സിലായില്ലേ എന്നെ? കൃഷ്ണഭർത്തെ ജാൻസി റാണി, അതാണല്ലോ നിങ്ങൾ എനിക്ക് കൽപ്പിച്ച പേര്. അയ്യോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. അബദ്ധായി ഇന്നിപ്പോ അങ്ങോട്ട് തോന്നുന്നു. കാരണം യഥാർത്ഥ ജാൻസി റാണി ഒരു പടയുടെ മുമ്പിലും തോറ്റ് പിന്മാറിയിട്ടില്ലല്ലോ. ഒരുതി അങ്ങോട്ട് നേടിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒടുവിൽ ഒരു വീരചരമവും. ഇതങ്ങനെയല്ലല്ലോ, വാലും ചുരുട്ടി ഓടുകയായിരുന്നില്ലേ കൃഷ്ണപുരത്തെ ആൺപടയുടെ മുമ്പിലെ. എന്താ സുലൈമാൻ തിരുമേനി? ഈ പറഞ്ഞ ആൺപടയുടെ നേതാവ് താങ്കളാണല്ലോ, ശത്രുപക്ഷത്തിന്റെ അച്ഛൻ. പക്ഷേ ഈ നേതാവിന് ഇന്നലെ കവലയിൽ കാണിച്ച പോലെ തട്ടുപൊളിപ്പം വിദ്യകളെ വശമുള്ളൂ. നെഞ്ചു വെച്ച് നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റുണ്ടോ? എന്താ നീ ഉദ്ദേശിച്ചത്? പറയാം. അച്ഛനോടുള്ള ശത്രുത ഇവിടുത്തെ ബാലഗോപാല ക്ഷേത്രത്തിന്റെ ഭരണത്തെ ചൊല്ലിയല്ലേ. അച്ഛന്റെ കൈവശമുള്ള ക്ഷേത്രത്തിന്റെ താക്കോൽ എന്നേക്കുമായി കൈക്കലാക്കണം. അതല്ലേ പരമമായ ലക്ഷ്യം. അപ്പൊ വന്നുടനെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? അറിഞ്ഞു. താക്കോലിന്റെ സ്ഥാനം അച്ഛൻ കിടക്കുന്ന ആവണിക്കെട്ടിന്റെ തലയ്ക്ക് തന്നെയാണ്. അതെടുക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? നാവിൻ തുമ്പത്തെ വികട സരസ്വതിക്കൊപ്പം മഹാഭാരതത്തിലെ പാർത്ഥന്റെ ബുദ്ധിയും ശൗര്യവും ഈ പാർത്ഥനുണ്ടോന്ന് കാണട്ടെ. നിന്റെ അച്ഛനാ ഫൽഗുനൻ തമ്പിയുടെ ആവണിക്കട്ടിലിന്റെ അടിയിലിരിക്കുന്ന താക്കോലെടുത്ത് നിന്റെ കയ്യിൽ തന്ന നീ എനിക്ക് എന്ത് തരും? നിങ്ങളൊരാണാണെന്ന് സമ്മതിക്കും. അതുപോലെ എന്ത് തരും? എന്തും. സുലൈമാനെ എന്തും തരും. എല്ലാവരും നല്ല ഉറക്കവാ. എവിടെയെങ്കിലും ശബ്ദം കേട്ടാ അപ്പൊ നീ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണം. ഓക്കെ? എന്റെ ആണത്ത് അവൾക്ക് തെളിയിക്കണമല്ലേ? ഞാൻ ആണാണെന്ന് ഇന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അത് വേണം. കുനിഞ്ഞു നിൽക്ക്. എന്തിന്? കുറ്റി തുറക്കാൻ. കൃഷ്ണ ഗുരുവായൂരപ്പാ. മോള് വന്ന ദിവസം ഞാൻ ഇന്ന് അവിടെയാ. ഇന്ന് ഒറ്റയ്ക്ക് കിടന്നാ മതി. നീ ഇവിടെ കിടന്നോണ്ടെന്തോന്ന് പറയാ? ഞാനിതങ്ങ് പൂട്ടുക. ഞാൻ എന്നേ പൂട്ടി. ചിമ്മിക്ക് ഇതാണോ പ്രശ്നം? ജിമ്മി, മോങ്ങാതെ അടങ്ങി കിടക്കേ. സൈലൻസ്. നിന്റെ ഗതി എന്നടാ എനിക്ക്. നീ ഒറ്റയ്ക്ക്, ഞാനും ഒറ്റയ്ക്ക്. നമ്മുടെ ഗതികേട് ആരറിയാൻ, ആര് കാണാൻ? എന്തൊരു സ്ഥലം. ഇവിടെ നിൽക്കാമയ്യ കിടക്കാം. നീ ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല. അതെന്റെ കൈയാടി. ഇതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കാല് പിടിക്കോ? മോളെ കെട്ടിക്കാറായി. എന്നിട്ടാ എഴുന്നേക്ക്. എന്തെങ്കിലും ആട്ടെ. വാ. ഇതെന്നാ തടി കൂടിയോ? ഇല്ലല്ലോ. കൂടിയോ? നീ പറഞ്ഞ ചങ്കൂറ്റം പാർത്ഥം കാണിച്ചിരിക്കുന്നു. മതിയാ? അയ്യോടാ, താക്കോലെടുക്കാൻ പോയ വീരൻ ജാൻസി റാണിയെ പൊക്കിക്കൊണ്ടുപോകുന്നു. നീ എന്താ പറഞ്ഞത്? അച്ഛൻ കിടക്കുന്ന ആവണിക്കട്ടിലിന്റെ അടിയിലാണ് താക്കോലെന്ന്. ആവണിക്കട്ടിലിന്റെ അടിയിൽ അല്ലടി താക്കോല്. അതിനേക്കാൾ നല്ല സേഫ് ലോക്കറിന്റെ അടിയിൽ. അതെവിടാ? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ സുലൈമാനെ? കുടത്തിലാണോ പോയത്? ഉപ്പ കാണിച്ചു തരാം. എടീ, നീ മനസ്സിനകത്ത് കാണുമ്പോഴേ ഈ പാർത്ഥം മാനത്ത് കാണും. എന്നാ നിന്റെ അച്ഛന്റെ തലയുടെ അടിയിൽ തന്നെ കൊണ്ടുവച്ച് പണ്ടാറടങ്ങ്. എന്നെടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം. ഇത്തരം കുറുക്കു വഴി കൂടെ അല്ല പാർത്ഥനെ തോൽപ്പിക്കേണ്ടത്. പോടി അവിടെ പോകാനോ? അങ്ങനെ പറ്റില്ലല്ലോ. എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടാക്കണ്ട. സുലൈമാനെ കൊണ്ടാക്കടാ.
അത് പോരാ. പിന്നെ ആരാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് നിന്റെ മറ്റവൻ വരും സുലൈമാനെ. എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണ് ഇവളുടെ മറ്റവൻ. എന്നാ ഞാൻ പോവില്ല. വേണ്ട, ഇവിടെ എങ്ങാനും കിടന്ന് പണ്ടാറടങ്ങ്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ തന്നെ കിടക്കാൻ പോകും. സുലൈമാനെ ഞാൻ ഇല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പെണ്ണെ, നിനക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ കൺട്രോൾ തെറ്റിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെ അതെ, പണ്ട് ഇതേപോലെ ഇവന്റെ കൺട്രോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങൾ വിട്ട പാട്. അല്ലെങ്കിൽ ഞങ്ങൾ പോവാ. പൂങ്കൊടി, ഇവിടെ എന്തെങ്കിലും നടക്കും. അയ്യേ ശവം. പൂങ്കൊടി, പടക്കവും തീപ്പെട്ടി ഒരുമിച്ചിരിക്കുന്നത് പൊട്ടൂലേ? പൊട്ടട്ടെ. എന്താ വിളിച്ചേ? എന്താ തുറക്കുന്നില്ലേ? തുറക്കുന്നില്ലേ? പാർത്ഥൻ, പാർത്ഥൻ, കുറച്ചുകൂടെ കണ്ണു തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. ആണോ? പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറി കിടത്തി ബോഡിക്ക് ജീവൻ വെക്കാന്ന് വെച്ചാ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനാ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്. പറയൂ, നടന്നതെല്ലാം പറയൂ. അറിയാം, എല്ലാം അറിയാം. കല്യാണത്തിന് പോയതാണല്ലോ. കല്യാണം കഴിഞ്ഞൊന്ന് കൂടാൻ തീരുമാനിച്ചു. 1-ാം തീയതി സാധനം കിട്ടാനില്ല. അതുകൊണ്ട് പൊന്നപ്പന്റെ കനാലും കെട്ടൻ ഒരു 2 അടിച്ചിട്ട് പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് പാർത്ഥന്റെ ഓർമ്മശക്തിക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താ പറയൂ, പറയാ. വിടരുന്നവരെ അവന്റെ തലയിൽ പീലി. എന്താ പാർത്ഥ ഇത്? ആ തലയിൽ പീലി വെച്ച ആളാ എന്നെ മോർച്ചറിയിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചത്. കൂൾ ഡൗൺ. അത് പാർത്ഥന്റെ വെറും തോന്നലാ, ഹാലൂസിനേഷൻ. വാറ്റടിച്ച ശേഷം നടന്ന എന്താണെന്ന് പറഞ്ഞു. സംഗതി ഒരു 2-3 റൗണ്ട് അകത്താക്കി നല്ലൊരു ഓളത്തിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുമ്പോ എടുത്തിട്ട് അടിച്ച പോലെ ഒരു 3 പ്രാവശ്യം ശർദ്ദല. പിന്നെ ആരോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയതും ഇടനാഴിയെ കൂടെ സ്ട്രെച്ചറിൽ പോയതൊക്കെ ഒരു നേരിയ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എവിടുന്ന് ഒരു വെളിച്ച ഒരു ഒറ്റ വരവ മുഖത്തേക്ക്, പിന്നെ ഒരു ഒറ്റ പോക്കല്ലേ ഒരു ദ്വാരത്തെ കൂടി. ആ ചുറ്റും വർണ്ണ കാഴ്ചകൾ, നക്ഷത്രങ്ങൾ, മാലാകമാർ, പിന്നെ കുരുത്തോലകൾ. അങ്ങനെ പോയി ചെന്ന് കണ്ടത് എന്താണെന്ന് അറിയാമോ? അയ്യേ, അതും കണ്ടോ? അതല്ല, 10,000-കണക്കിന് മയിൽപീലികൾ ഇങ്ങനെ ഇളകി ആടുന്നു. അപ്പ എവിടെ നിന്നോ ദേ വരുന്നു ഒരു അല്ല പിന്നെ വേണുനാഥം. കാലം പോയി പോക്ക് നോക്കിയേ. ഡോളിയിൽ ഇവിടുന്ന് മലക്കി പോകുന്നു. എന്താ പാടത്ത് പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 3-4 തവണ ഛർദ്ദിച്ചു. അന്നേരം തുടങ്ങിയതാ ഈ വാലിവ്. വണ്ടി എടുക്കണ. വണ്ടിയല്ല, നമ്മുടെ വണ്ടി എടുക്ക. വിട്, ശ്വാസം വിടാൻ. വാർത്ത ടയർ പഞ്ചറാ. ഓ നാശം. സ്റ്റെപ്പിനി എവിടെ? ഒറിജിനൽ വീട്ടിലാ. സ്റ്റെപ്പിന് ഷെഡിലുണ്ട്. വാർത്ത നിക്ക്, നീ എങ്ങോട്ടാ? ഓ എങ്ങോട്ടാണെന്നോ? ആശുപത്രിയിലേക്ക്. അതെനിക്കറിയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ആര് ചോദിച്ചു? നീലപ്പ ചോദിച്ചത്. എടാ, നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? എടാ നോക്കിക്കാ, ഗോവിന്ദന്റെ ആശുപത്രിക്കാൻ നോക്ക്. അല്ല, എന്റെ അടുത്ത് ആരോ ചോദിച്ചു. ആശുപത്രിയിലൊന്നും പോകണ്ട, കുറച്ച് കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ എന്ത് ഇപ്പൊ ശബ്ദം മാറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ആശുപത്രി പോണ്ടെന്നത്. ആര് പറഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? പടച്ചോനെ, ഇത് പോക്കാ. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞതാ ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. നോക്കണ്ട. അയ്യോ, അവിടെ നോക്കി നിൽക്കാതെ കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുക്കു വാർത്ത. ഓ, അത് ഞാനാണോ കൊടുക്കണ്ടത്? എന്തൊരു കഷ്ടം.
ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ഇത്തിരി കുരുമുളകും മറ്റേ സാധനവും കൂടി അങ്ങ് അരച്ചു കൊടുത്താൽ മതി. മറ്റേ സാധനം കഴിച്ച ഈ പരുവത്തിലായത്. അതല്ല കത്തുന്ന സാധനം. അത് കഴിച്ച ഉള്ളതും കൂടെ കത്തിപ്പോയി. അതല്ല നീ കത്തിച്ച കത്തുന്ന സാധനം. പടക്കം. അതല്ല ഈ അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരം. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി. നിർത്താൻ. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ച് കൊടുക്കടി. എന്താ ഇത് മോനെ? അമ്മേ, ആ പൂജാമുറിയിലെ വിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേ. തിരി ഇപ്പൊ കെടും. ചെല്ല്.